നോമ്പ് വിളയിൽ നിന്ന് കളയെ പറിച്ചു മാറ്റേണ്ട കാലം. ഒന്നിച്ചു വളർന്ന കളയും വിളയും വേർതിരിക്കേണ്ട സമയം. വിളയെ തിരിച്ചറിയാനും കളയെ നിശേഷം നിർമ്മാർജ്ജനം ചെയ്യാനും സാധിക്കുമ്പോൾ നോമ്പ് ഫലദായകമാകുന്നു. ആഹാരത്തിലെ നിയന്ത്രണങ്ങൾക്കും എണ്ണിത്തീർക്കുന്ന ജപമണികൾക്കും ചൊല്ലിത്തീർക്കുന്ന പ്രാർത്ഥനകൾക്കുമപ്പുറം നോമ്പുകാലം ആവശ്യപ്പെടുന്ന മറ്റൊന്നുകൂടിയുണ്ട്. കള പറിച്ചു മാറ്റിയ ഇടങ്ങളിൽ വിളയുടെ പുത്തൻ വിത്തുകൾ പാകണം. അങ്ങനെ സ്വയം സുവിശേഷമായി മാറണം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ ധ്യാനിക്കുമ്പോൾ ആന്തരിക പുനരുത്ഥാനത്തിന് നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. അന്നം കൊടുത്തപ്പോൾ അഹന്ത വെടിഞ്ഞപ്പോൾ ഈശോയെ കണ്ടിടുന്നു. ഞാനും ഈശോയെ